Hello everybody, Anu again. This is the second lecture of Class 10 Chemistry chapter, Periodic Classification of Elements. Previous session la namla Dobrynin's triads Newland's law of octaves പഠിച്ചു. ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് Mendeleev's periodic table നെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാ അല്ലാതെ റെഡി അല്ലേ? Let's start. ഒരു റഷ്യൻ കെമിസ്റ്റ് ആയിട്ടുള്ള ഡിമിട്രി മെൻഡലീവ് അദ്ദേഹമാണ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ പുട്ട് ഫോർവേഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം 63 എലമെൻറ്റ്സ് ഡിസ്കവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ആറ്റമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ആണ് അദ്ദേഹം എലമെൻറ്റ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സിമിലർ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളവരെ ഒരു ഗ്രൂപ്പിലൊക്കെ ആക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണ്? മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ എന്താണെന്നുള്ളത്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. എന്താണത്? അതായത് ഒരു എലമെൻറ്റ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ അവരുടെ ആറ്റോമിക് മാസിൻ്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റെപ്പിറ്റേഷൻ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റ്സ് ആഫ്റ്റർ സർട്ടൻ റെഗുലർ ഇൻ്റർവെൽസ്. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് ഈ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ കാണുന്നതനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ലോ അനുസരിച്ചിട്ട് ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ സൈക്കിളിലും ഇവരുടെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പീരിയോഡിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ഏതൊക്കെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെയും ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് സ്റ്റഡി ചെയ്തതെന്നാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ്. ഓക്സൈഡ്സ് എന്താണ്? ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഓക്സിജനുമായിട്ട് ഉള്ള ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റ്സും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഓക്സൈഡ്സ് ആണ് അദ്ദേഹം ആദ്യം സ്റ്റഡി ചെയ്തത്. അദ്ദേഹം ഓക്സൈഡ്സിൻ്റെ ആ ഒരു ഫോർമേഷൻ സ്റ്റഡി ചെയ്തപ്പം 3 രീതിയിലുള്ള ഫോർമേഷനാണ് അദ്ദേഹം നോട്ട് ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ RO, R2O ആൻഡ് R2O3 ഇങ്ങനെ 3 രീതിയിലുള്ള പാറ്റേൺസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നോക്കുമ്പം RO എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എക്സാമ്പിളാണ് MgO, CaO, ZnO ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാവരെയും അദ്ദേഹം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലാണ് ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ R2Oയുടെ എക്സാമ്പിളാണ് ലിഥിയം ഓക്സൈഡ്, അത് Li2O, Ne2O, K2O എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെയും ബോറോണിൻ്റെയും ഒക്കെ ഓക്സൈഡ്സ് എങ്ങനെയായിരുന്നു? Al2O3, B2O3. അപ്പോൾ ഇങ്ങനെ ഉള്ള രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നവരെല്ലാം അദ്ദേഹം ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് അദ്ദേഹം സ്റ്റഡി ചെയ്ത പ്രോപ്പർട്ടി ആയിരുന്നു ഫോർമേഷൻ ഓഫ് ഹൈഡ്രൈഡ്സ്. ഹൈഡ്രൈഡ്സ് അപ്പോൾ എന്താണ്? എലമെൻറ്റ്സിൻ്റെ ഹൈഡ്രജനുമായിട്ട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രൈഡ്സ് എന്ന് പറയാം. അപ്പോൾ ശരിക്കും അദ്ദേഹം കണ്ടുപിടിച്ചതിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ച പാറ്റേണിൽ RH, RH2, RH3, RH4 നമുക്കറിയാം വാലൻസി അനുസരിച്ചിട്ടാണ് എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം നോക്കിയതിനകത്ത് RH ഗ്രൂപ്പിൽ വരുന്നതായിരുന്നു LiH, NaH, KH ഒക്കെ. RH2 ആയിരുന്നെങ്കിലോ MgH2, CaH2, ZnH2 ഒക്കെ. RH3ക്ക് എക്സാമ്പിളാണ് നമ്മുടെ അമോണിയ NH3 ആൻഡ് അഗെയിൻ കാർബൺ ഡൈ ഹൈഡ്രേറ്റ് CH4, മീഥേൻ ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ പെർട്ടിക്കുലർ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നവരെ അദ്ദേഹം അതൊരു ഗ്രൂപ്പിനുള്ളിലുള്ളവരെല്ലാം അദ്ദേഹം ഒരു സെയിം അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിനുള്ളിലാണ് അദ്ദേഹം പ്ലേസ് ചെയ്തത്. ആ ഒരു പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് മനസ്സിലാവും. ഒന്ന് നോക്കാമോ?
ദാ ഈ കാണുന്നതാണ് നമ്മൾ പഠിക്കുന്ന മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിൾ നിങ്ങൾ കണ്ടോ, ഹൊറിസോണ്ടലായിട്ടുള്ള കുറച്ച് റോസ് കണ്ടോ. ഈ ഹൊറിസോണ്ടൽ റോസിനെയാണ് ഇദ്ദേഹം പീരിയഡ്സ് എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് നോക്കിയേ, 8 ഗ്രൂപ്പുകൾ കണ്ടോ, 1 2 3 4 5 6 7 and 8. അപ്പോൾ ഈ ഗ്രൂപ്പിൽ 8ാമത്തെ ഗ്രൂപ്പിന് മാത്രം വേറെ സബ് ഗ്രൂപ്പുകളൊന്നുമില്ല. ബാക്കി എല്ലാ ഗ്രൂപ്പ്സും 1 to 7 A B ഇങ്ങനെ 2 സബ് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പീരിയഡിൽ ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ്റെ റൈറ്റ് സൈഡിലേക്ക് കുറേ empty ബോക്സുകളാണ് കിടക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ പീരിയഡിൽ ഉള്ളത് ആരൊക്കെയാണ്? ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, ലൈക്ക് ഇങ്ങനെ. ദെൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടോ, ഈ ഓരോ എലമെൻറ്റിൻ്റെയും താഴെ കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ ഹൈഡ്രജൻ്റെ താഴെ എഴുതിയേക്കുന്നത് എന്താണ്? 1.008. അതിൻ്റെ തൊട്ട് താഴെ ലിഥിയം ആണെങ്കിലോ 6.939, ബെർലിയം ആകുമ്പോൾ 9.012. അപ്പോൾ ഇതിൽ നോക്കുമ്പം ഇതാണ് നമ്മളുടെ ആറ്റമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് മെൻഡലീവ് ഈ പറയുന്ന എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തത്. ദെൻ നമ്മൾ ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസും ഇതിൻ്റെ മെറിറ്റ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടോ ഹൈഡ്രജൻ കഴിഞ്ഞിട്ടുള്ള ഓരോ സ്ലോട്ടുകളും വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ദെൻ അതുപോലെ തന്നെ കണ്ടില്ലേ, 4ാമത്തെ പീരീഡിൽ പൊട്ടാസ്യം, കാൽസ്യം, അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു സ്ലോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയേക്കാം. അപ്പോൾ ഇദ്ദേഹം അത്രയും ഇൻ്റലിജൻ്റ് ആൻഡ് വൈസ് ആയിരുന്നു. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ പീരിയോഡിക് ടേബിളിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിൻ്റെ ബേസിൽ ഇത് അറേഞ്ച് ചെയ്യുമ്പോഴേക്കും, അതായത് ഒരു പ്രോപ്പർട്ടീസിൻ്റെ സിമിലാരിറ്റി അനുസരിച്ചിട്ടാണ് ഇദ്ദേഹം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത കുറേ പ്രോപ്പർട്ടീസുള്ള കുറച്ച് എലമെൻറ്റ്സ് ഇനിയും ഡിസ്കവർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കണക്ക് കൂട്ടിയത്. അതുപോലെ തന്നെ ഇനിയും കുറേ എലമെൻറ്റ്സ് ഡിസ്കവർ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻ്റലി പീരിയോഡിക് ടേബിൾ ഫെയിൽ ആവത്തില്ല. കാരണം അദ്ദേഹം കുറേ സ്പേസസ് ഒക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഒന്നാമത് നമുക്കറിയാം, ആ ഒരു സമയത്ത് 63 എലമെൻറ്റ്സ് ഡിസ്കവർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം ഓരോ ഗ്രൂപ്പിലും സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സിനെയാണ് പ്ലേസ് ചെയ്തിരുന്നത്. അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ്, ഹി ഡിസ്കവേർഡ് ദ പ്രെഡിക്ഷൻ ഓഫ് ന്യൂ എലമെൻറ്റ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെൻറ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തതിൻ്റെ ബേസിൽ അദ്ദേഹം ഇതുവരെ അൺഡിസ്കവേർഡ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് പ്രൊഡിക്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കുറച്ച് എലമെൻറ്റ്സും കൂടെ കണ്ടുപിടിക്കപ്പെടാനുണ്ടെന്ന് അദ്ദേഹം നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ യെറ്റ് ടു ബി ഡിസ്കവേർഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള എലമെൻറ്റ്സിന് പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം കുറച്ച് വേക്കൻറ്റ് സ്പേസസ് അലോട്ട് ചെയ്തിരുന്നു. അതായത് ഇനിയും കുറച്ച് എലമെൻറ്റ്സ് കണ്ടുപിടിക്കപ്പെടാനുണ്ട്, അവരുടെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ ആയിരിക്കും, അവർ ഇന്ന സ്ഥലങ്ങളിലൊക്കെ വരും എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത് അങ്ങനെയുള്ള ആ ഒരു എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് സ്പേസസ് അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഹി പ്രപ്പോസ് ദ എക്സിസ്റ്റൻസ് ഓഫ് സം അൺനോൺ എലമെൻറ്റ്സ് എന്ന്. അപ്പോൾ ഇദ്ദേഹം 3 എലമെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ആ ഓരോ എലമെൻറ്റ്സിനെ വിളിച്ചിരുന്നത് ഏക ബോറോൺ, ഏക അലുമിനിയം, ഏക സിലിക്കൺ എന്നിങ്ങനെയാണ്. അപ്പോൾ ഏക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത വേർഡാണ്. ഏക മീൻസ് 1 അല്ലേ. അപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ച് അതുപോലെ തന്നെ അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം സ്കാൻഡിയം, ഗാലിയം ആൻഡ് ജെർമേനിയം ഈ 3 പ്രോപ്പർട്ടീസ് ഡിസ്കവർ ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഏക ബോറോൺ, ഏക അലുമിനിയം ആൻഡ് ഏക സിലിക്കൺ ഇവരുടെ ഈ പ്രോപ്പർട്ടീസുമായിട്ട് നല്ലോണം മാച്ച് ചെയ്തു, അതായത് ക്ലോസ്ലി മാച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരുന്ന സ്പേസുകളിൽ ഈ പറയുന്ന 3 പേരെ ഇവരുടെ ഡിസ്കവറിക്ക് ശേഷം പ്ലേസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ അത്ര പെർഫെക്റ്റായിട്ട് അദ്ദേഹം ഇവരുടെ 3 പേരുടെയും പ്രോപ്പർട്ടീസും ലൊക്കേഷനും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു വലിയ മെറിറ്റായിരുന്നു നോബൽ ഗ്യാസസ് ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പീരിയോഡിക് ടേബിളിനെ ഓൾട്ടർ ചെയ്യാതെ തന്നെ അവരെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത്.
എന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ ആണോ? അല്ല. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ലിമിറ്റേഷൻസ്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പൊസിഷൻ ഓഫ് ഐസോടോപ്സ്. ഐസോടോപ്സ് എന്തായിരുന്നു? സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ആറ്റോമിക് മാസസ് ഉള്ള അതേപോലെ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്ന ആറ്റംസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്ത് എങ്ങനെയായിരുന്നു? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിൽ. അപ്പോൾ നമുക്കറിയാം സെയിം എലമെൻ്റ് ആണെന്ന് പറഞ്ഞാലും ആറ്റോമിക് മാസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇദ്ദേഹം പ്രോപ്പർട്ടീസ് സിമിലർ ആയതുകൊണ്ട് ഇവരെ എല്ലാവരെയും ഐസോടോപ്സിനെ എല്ലാം ഒരു പ്ലേസിൽ തന്നെ വെച്ചു, ഒരു ഗ്രൂപ്പിൽ തന്നെ പ്ലേസ് ചെയ്തു. പക്ഷേ ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ പ്ലേസ് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയത് ഒരു ലിമിറ്റേഷനായിരുന്നു. രണ്ടാമത്തെ ലിമിറ്റേഷനായിരുന്നു അനോമലസ് പെയേഴ്സ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിൻ്റെ ആ ഒരു ബേസിലാണ് അദ്ദേഹം എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തതെന്ന്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ചില പെയേഴ്സിനെ ഡിക്രീസിങ് ഓർഡർ അതായത് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത രീതിയിൽ. അതായത് കൊബാൾട്ട് നിക്കൽ, അതാണെങ്കിൽ നിക്കലിൻ്റെ ആറ്റോമിക് മാസ് 58.7 ആണ്, അതുപോലെ തന്നെ കൊബാൾട്ട് 58.9 ആണ്. പക്ഷേ ഈ പറയുന്ന ഒരു ഇൻക്രീസിങ് ഓർഡറിലല്ല അവർ രണ്ടുപേരെയും പ്ലേസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ടെലൂറിയം അയഡിൻ. അപ്പം ഇവരൊക്കെ എന്ന് പറയുമ്പം ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിൽ ആണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് എന്നുള്ള ആ ഒരു ലോയ്ക്ക് കോൺട്രഡിക്ഷൻസ് ആയിട്ടുള്ള കുറച്ച് പെയേഴ്സ് ആയിരുന്നു. ദെൻ തേർഡ് ലിമിറ്റേഷൻ ആയിരുന്നു പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജൻ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസും കുറച്ച് കാണിക്കുന്നുണ്ട്, ഗ്രൂപ്പ് 7 എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം ഹൈഡ്രജനെ കൊണ്ട് ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിൻ്റെ കൂടെയാണ് പ്ലേസ് ചെയ്തത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നോൺ മെറ്റൽ ആയിട്ടുള്ള ഹൈഡ്രജനെ മെറ്റൽസ് ആയിട്ടുള്ള സോഡിയം, ലിഥിയം, പൊട്ടാസ്യം അവരുടെയൊക്കെ കൂടെയാണ് അദ്ദേഹം പ്ലേസ് ചെയ്തത്. അതിനൊരു പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തതുമില്ല. ഫോർത്ത് ലിമിറ്റേഷനാണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. അതായത് ചില സ്ഥലങ്ങളിൽ അദ്ദേഹം അവരുടെ പ്രോപ്പർട്ടീസിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് കാണിക്കുന്ന കുറച്ച് എലമെൻറ്റ്സിനെ എല്ലാവരെയും കൂടെ കൊണ്ട് ഒരു ഒറ്റ ഗ്രൂപ്പിലിട്ടു. അതായത് നമ്മളുടെ കോപ്പറും സിൽവറും ഒക്കെ അവർ നല്ല ഹാർഡ് മെറ്റൽസ് ആണ്, അവരെ കൊണ്ട് സോഫ്റ്റ് മെറ്റൽസ് ആയിട്ടുള്ള സോഡിയത്തിൻ്റെയും ലിഥിയത്തിൻ്റെയും ഒക്കെ കൂടെയാണ് അദ്ദേഹം പ്ലേസ് ചെയ്തത്. ഇതും ഒരു ലിമിറ്റേഷനാണ്. ഇദ്ദേഹത്തെ 1906 നൊബേൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 1907 അവാർഡ് സെറമണിക്ക് മുൻപ് തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അത് ഒരു സാഡായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ അടുത്ത ലെക്ചറിൽ നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നന്നായിട്ട് എല്ലാ ലെസൺസും കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഒന്നും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.